കലക്കോ തൃശ്ശൂരിലേക്ക് തിരികെ എത്തുമ്പോൾ നമ്മൾ പോകുന്നത് അടുത്ത പെർഫോമൻസിലേക്കാണ്. മേഘ, നാടോടി നൃത്തം ഹയർ സെക്കൻഡറി ആണോ ഹൈസ്കൂൾ? ഹൈസ്കൂൾ വിഭാഗം. എവിടെ നിന്നാണ് വരുന്നത്? വയനാട് ജില്ലയിൽ നിന്ന്. ഏതാണ് സ്കൂൾ? സെന്റ് മേരീസ് HSS മുള്ളംകൊല്ലി. അക്സ മരിയ ജിലീഷ്. എന്തെങ്കിലും തീം എന്താണ് നാടോടി നൃത്തത്തിന്റെ കഥ? ഏതാണ്? കുറത്തിയാണോ, തമ്പുരാൻ ഭർത്താവ് പിടിച്ചുകൊണ്ടുപോയ ഭാര്യയാണോ? രണ്ടുമല്ല, വെറൈറ്റി ആണ്. അപ്പൊ കാത്തിരുന്ന് കാണാം ആ വെറൈറ്റി. ഓക്കെ, പെർഫോമൻസിലേക്ക് കടക്കാം. കെട്ടിക്കയറിയ വീട്ടിലെന്നും പൊട്ടിച്ചിരിയുടെ വടിപൂരം, തട്ടും മുട്ടും ഇല്ലാതെങ്ങനെ കൊട്ടിക്കയറണതാഘോഷം. ഒന്നും പണമില്ലേലെന്താ പാക്കരേട്ടൻ കൂട്ടിനില്ലേ, എന്തിനും ഏതിനും കൂടെ നിൽക്കാനായി അമ്മ പോലെ എട്ടത്തി പെണ്ണുമില്ലേ. ആ വീട്ടിലുണ്ട് നാത്തൂൻ പോര്, ഈ വീട്ടിലുണ്ട് നാത്തൂൻ പോര്, ഏട്ടത്തിക്കില്ല നാത്തൂൻ പോര്, കൂടെ പിറപ്പെന്ന പോലെ തന്നെ. വേലയ്ക്ക് പോവാനും ചന്തയ്ക്ക് പോവാനും ഏട്ടത്തി കൂട്ടുണ്ടേ എനിക്ക്, കാവിലമ്മ കനിഞ്ഞെകിയ പുണ്യമാണ് എന്റെ ഈ ഏട്ടത്തി. നിർത്തടി നിന്റെ ഏട്ടത്തി പുരാണം, എന്നിട്ടല്ലേ അവളെ കെട്ടിയോൻ ഇട്ടേച്ചു പോയത്. ചന്തം കുറവായോണ്ടല്ല, കെട്ടിയോനെ ഭരിച്ചോണ്ടല്ല, ചീത്തപ്പേരെ കേൾപ്പിച്ചോണ്ടും അല്ലടി മൂദേവിയേ. കുട്ടികളുണ്ടായില്ലെന്ന് കുറ്റം ചുമത്തിട്ട് കെട്ടിയോനും കെട്ടുതാലി പൊട്ടിച്ചന്ന് പോയതെന്നറിഞ്ഞില്ലേടിയേ. എല്ലാം സഹിച്ചെന്റെ ഏട്ടത്തി പൊട്ടിക്കരയാണ്ട് നിൽക്കണടിയേ. പാക്കരേട്ടന്റെ കുസൃതികളും ഏട്ടത്തി പെണ്ണിന്റെ പ്രാർത്ഥനയും കാവിലെ ദൈവങ്ങൾ എന്നിൽ കനിഞ്ഞതും. യെസ്, അപ്പോൾ മനോഹരമായ ഒരു നാടോടി നൃത്ത പെർഫോമൻസ് ആണ് നമ്മൾ കണ്ടത്. അപ്പോൾ എന്തായിരുന്നു പേര്? അക്സ മരിയ ജിലീഷ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത പെർഫോമൻസുമായി വീണ്ടും കാണാം. നാടോടി നൃത്തത്തിന്റെ റിസൾട്ട് വന്നോ മോളെ? A grade ഉണ്ട്. A grade ഉണ്ട്. അപ്പോൾ അടിപൊളി. അപ്പോൾ കൂടുതൽ വിജയങ്ങൾ കരസ്ഥമാക്കാൻ പറ്റട്ടെ. വീണ്ടും കൈരളിയിൽ ഗസ്റ്റ് ആയി വരട്ടെ. ഓക്കെ, റെഡി.